ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ മാത്സ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ മാത്സ് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ സംഖ്യകൾ ഏത്? തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ സംഖ്യകൾ ഏത്? ഇങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നമ്പേഴ്സ് വരും. ഒന്നുമില്ല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സംഖ്യ എടുക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യ കാണുമല്ലോ, ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സംഖ്യ എടുക്കുക. എന്താണ്? 68 ആണല്ലേ. ആ തന്നിരിക്കുന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ്? മറക്കരുത്, 4 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 68നെ. നമുക്ക് എന്ത് കിട്ടും ആൻസർ? 6 4 ഒരു പ്രാവശ്യം പോവും, ബാക്കി 20 28 7 കിട്ടുന്നത്. 17. ഇതല്ല ആൻസർ. ഇതിന് മുന്നിലുള്ള സംഖ്യ 16, പിന്നിലുള്ള സംഖ്യ 18. ഇതാണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ എക്സ് വെച്ച് കണ്ടെത്താം, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഇതിന്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് അതിന്റെ വ്യത്യാസം കണ്ടെത്തി അങ്ങനെയും ചെയ്യാം. പക്ഷെ ഒരുപാട് സമയം പോകുന്ന പ്രോസസ്സാണത്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ എന്താണ്? നമ്പർ എടുക്കുക, ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന സംഖ്യയുടെ മുന്നിലുള്ളതും പിന്നിലുള്ള സംഖ്യ എഴുതുക. നമുക്ക് എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ശ്രദ്ധിക്കുക, ഇരട്ട സംഖ്യകളാണെങ്കിൽ. എന്നാൽ ഇരട്ട സംഖ്യ മാത്രമല്ല, ഒറ്റ സംഖ്യ ആണെങ്കിലും നമുക്ക് ഇത് തന്നെയാണ് സ്റ്റെപ്പ്. നോക്കാം. തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 40 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? 7 5 9 11 19 21 13 15 അല്ലെ. പക്ഷെ നോക്കാം, ഇവിടുത്തെ സംഖ്യ ഏതാണ്? 40 ആണല്ലേ. സംഖ്യ ഏതാണ്? 40 ആണ്. ആ 40 എടുക്കുക. എന്താണ്? മറക്കരുത്, 4 കൊണ്ട്. ഏത് നമ്പർ ആണ്? 4 കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയേ? 10 കിട്ടും. ആ 10ന്റെ മുന്നിലുള്ള സംഖ്യ 9, പിന്നിലുള്ള സംഖ്യ 11 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ ബി 9 11 ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യ ആയിക്കോട്ടെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഒരു സംഖ്യ തന്നിരിക്കുമല്ലോ, വ്യത്യാസം. ആ വ്യത്യാസം എടുക്കുക. ആ വ്യത്യാസം ബൈ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും അല്ലെ. കിട്ടുമല്ലോ ആൻസർ. മനസ്സിലായല്ലോ? അപ്പൊ ഒറ്റ സംഖ്യ ആയിക്കോട്ടെ ഇരട്ട സംഖ്യ ആയിക്കോട്ടെ, വ്യത്യാസം എടുക്കുക, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്ന സംഖ്യയുടെ മുന്നിലുള്ള സംഖ്യയും പിന്നിലുള്ള സംഖ്യയും എഴുതിയാൽ നമുക്ക് ആൻസർ ആയി. അടുത്ത 2 ചോദ്യം ഇവിടെ കാണാം അല്ലേ. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 100 ആയാൽ സംഖ്യകൾ ഏവ? തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 56 ആയാൽ സംഖ്യകൾ ഏവ? മനസ്സിലായില്ലേ ഞാൻ ചെയ്തത്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായും ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്യുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? ഇതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ഇതുപോലെ ട്രിക്കുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.